നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ന് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വരും? ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. ഒരു വർഷത്തിലധികമായിട്ട് പരിക്ക് പറ്റി പുറത്തിരുന്ന താരം പിന്നെ 2 കളികളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രമേ ഒന്ന് വന്നുള്ളൂ. പിന്നെ വീണ്ടും പരിക്ക് പറ്റി പുറത്ത്. നെയ്മറോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇനി എന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരും? RMC സ്പോർട്ടിന് നൽകിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അതിനുള്ള മറുപടി പറയുന്നുണ്ട്. ഏതായാലും നെയ്മർ ആരാധകർക്ക് ആശ്വാസം നൽകുന്നൊരു ചിത്രം അദ്ദേഹം ഇന്നലെ പങ്കുവച്ചിരുന്നു. ബോളുമായിട്ട് പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് നെയ്മർ. ബാക്ക് ടു വർക്ക് എന്ന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആരാധകർ അത് വിശ്വസിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നെയ്മർ ജൂനിയർ തന്നെ ഇൻ്റർവ്യൂവിൽ പുറത്തുവിടുന്നത്. അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, ഹൗ ആർ യു? നിങ്ങൾ പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരികെ എത്തുമോ? അതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ ഫീൽ ഗുഡ്, ഐ ഫീൽ ബെറ്റർ. ഞാൻ കളിക്കളത്തിലേക്ക് മടങ്ങി വരും. ഇതിനിടയ്ക്ക് ഞാനൊന്ന് മടങ്ങി വന്നിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ഇഞ്ചുറി പറ്റി. മസിൽ ഇഞ്ചുറിയാണ് പറ്റിയത്. അതിൽ ലെഗ് എന്താണെന്ന് വെച്ചാൽ അതത്ര സീരിയസ് ഇഞ്ചുറി അല്ല, നേരത്തെ പറ്റിയ പോലെ സീരിയസ് ഇഞ്ചുറി അല്ല. സോ ഐ വിൽ ബി ബാക്ക് സൂൺ എന്നാണ് നെയ്മർ ജൂനിയർ ആ ഇൻ്റർവ്യൂവറോട് പറയുന്ന മറുപടി. എന്നിട്ട് വിശദമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഫുട്ബോളിനോട് വളരെ പാഷനേറ്റാണ്. അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചതാണത്, ഡു യു സ്റ്റിൽ ലവ് ഫുട്ബോൾ ആസ് മച്ച്? ആ ഒരു ഗ്രേറ്റ് നെയ്മർ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുമോ എന്ന ഇൻ്റർവ്യൂവറുടെ ചോദ്യം. അതിനുകൂടി അദ്ദേഹം ചേർത്ത് മറുപടി പറയുന്നുണ്ട്, ഒബ്വിയസ്ലി ഞാൻ ഇപ്പോഴും ഫുട്ബോളിനോട് വളരെ പാഷനേറ്റാണ്. തീർച്ചയായിട്ടും PSG കളിച്ച സമയമാണ് എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സമയം സ്പോർട്ടിംഗ് ആയിട്ട്. പക്ഷേ അവിടെ എനിക്ക് ദുഃഖകരമായിട്ടുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഇഞ്ചുറീസ് എനിക്ക് ആ ഘട്ടത്തിൽ പറ്റിയിരുന്നു. അങ്ങനെ ഇഞ്ചുറി പറ്റി 4-6 മാസക്കാലമൊക്കെ പുറത്തിരിക്കേണ്ടി വന്നു. അതെന്നെ ഒരുപാട് ബോദർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വീണ്ടും തിരികെ വരാൻ കഴിയും. അതിൻ്റെ തൊട്ടരികിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഫുട്ബോളുണ്ട്. ഞാൻ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യം കൂടി നെയ്മർ ജൂനിയർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.